ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സ്വാതി എന്ന് പറയുന്ന ഒരു മര്യാദയും മനസാക്ഷിയും ഇല്ലാത്ത വ്യക്തിയുടെ ആ ഒരു ക്രൂരതയ്ക്കിരയായിരിക്കുന്നത് നമ്മുടെ പാവം ഹരിയാട്ടോ. അങ്ങനെ ഹരിയെ വലിയ ആൾ കളിച്ച് വന്ന് ഋതിക തല്ലി. അപ്പോൾ മകള് പറയുന്ന കാര്യത്തിൽ എത്രത്തോളം സത്യം ഉണ്ടെന്ന് അറിയാൻ കഴിയാതെ പൂർണിമ നിശബ്ദത പാലിച്ചിങ്ങനെ നിൽക്കുക. പക്ഷേ പറഞ്ഞു തീർക്കുന്നതിന് മുൻപ് തന്നെ നമ്മുടെ പല്ലവി കയറി അങ്ങ് ഇടപെട്ടു. പല്ലവി കയറി ഇടപെട്ടത് ഋതിക നമ്മുടെ ഹരിയെ തല്ലിയതിൻ്റെ പേരിലാണ്. അപ്പോൾ അനിയത്തിമാരുടെ സംരക്ഷകനായിട്ട് സേതുവേട്ടൻ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ നീ അവരെ തെറ്റായൊരു കണ്ടു എന്നുണ്ടെങ്കിൽ അത് സേതുവേട്ടൻ്റെ തോൽവിയാണ്, അതുകൊണ്ട് ഇവിടുന്ന് ഇറങ്ങാൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ ഹരി ഞെട്ടിയിട്ടോ. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല പല്ലവി ചേച്ചി എന്ന് പറയുമ്പോഴേക്കും ഒന്നും പറയണ്ട, പിടിച്ചിറക്കുന്നതിന് മുൻപ് നീ ഇവിടെ നിന്ന് ഇറങ്ങിക്കോളാൻ പറഞ്ഞു. ഇനി ഈ പൊന്നുമടം തറവാട്ടിൽ ഹരികൃഷ്ണൻ ഉണ്ടാകരുത് എന്ന് പല്ലവി പറയുക. അപ്പോഴേക്കും ഋതിക ഇങ്ങനെ സ്വാതിയെ നോക്കുന്നേ. സ്വാതി അന്നേരത്തേക്കും ചിരിച്ചുകൊണ്ടൊരു ഗോഷ്ടി അങ്ങ് കാണിച്ചു. ഇത് തൻ്റെ പ്ലാനാണ് എന്നുള്ളത് ഋതികയെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അത് കേട്ടപ്പോൾ ഋതിക എന്നുള്ള രീതിയിൽ ഇങ്ങനെ അടുത്ത ഗോഷ്ടി. അങ്ങനെ രണ്ടുപേരും കൂടി അവിടെ ഇത് കള്ളത്തരമാണെന്ന് മനസ്സിലാക്കി. രണ്ടുപേർക്കും ഇപ്പോൾ അറിയാം. അവിടെ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഹരിയെ അവിടെ നിന്ന് ഇറക്കി വിടാൻ കഴിയുന്ന ആ ഒരു വലിയൊരു ദൗത്യം അവരുടെ മുന്നിലുണ്ടല്ലോ. അവർക്ക് ഏറ്റവും വിജയകരമായിട്ടുള്ളൊരു കാര്യമാണല്ലോ അത്. അങ്ങനെ രണ്ടുപേരും നമ്മുടെ ഹരി ഇറങ്ങിപ്പോകുന്ന ആ ഒരു ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഈ സമയത്ത് ഹരി ആണെങ്കിൽ പിന്നെ അങ്ങോട്ടൊന്നും പറയാൻ ഒരവസരം നമ്മുടെ പല്ലവി കൊടുത്തില്ല. ഇറങ്ങുമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഹരി അവിടെ നിന്ന് ഇറക്കി വിടാനായിട്ട് നോക്കുന്നു. എന്നിട്ട് ഹരിയോട് പോയി പെട്ടിയൊക്കെ എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞു. ഹരി നേരെ റൂമിലേക്ക് പോയിട്ടോ. ഹരി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര സങ്കടത്തോടു കൂടി നമ്മുടെ പൂർണിമയും അതുപോലെ തന്നെ അച്ചുവൊക്കെ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഹരികൃഷ്ണൻ ചെയ്ത തെറ്റിന് ഞാൻ പൂർണിമാമയോട് ക്ഷമ ചോദിക്കുകയാണെന്നും പൂർണിമാമ ഇതൊന്നും മനസ്സിൽ വെക്കരുതെന്നൊക്കെ പല്ലവി ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ പല്ലവി എന്ന് പൂർണിമയോട് ഇത് പറഞ്ഞപ്പോഴും ഒരക്ഷരം പോലും പൂർണിമ മിണ്ടിയില്ല. പൂർണിമ ഒന്നും മിണ്ടാതെ നിശബ്ദയായിട്ട് തന്നെ ഇങ്ങനെ നിൽക്കുവാണ്. ഈ സമയത്ത് നമ്മുടെ പല്ലവിക്കാണെങ്കിൽ ആകെ സങ്കടമുണ്ട് ഹരിയെ അവിടെ നിന്ന് ഇറക്കി വിട്ടതിൻ്റെ പേരിൽ. എന്നിട്ട് ഉള്ളുകൊണ്ട് ഭയങ്കരമായിട്ട് വിഷമിച്ച് അങ്ങനെ ഇരിക്കുക. അപ്പോൾ റൂമിൽ പോയി തൻ്റെ സാധനങ്ങളൊക്കെ എടുക്കുന്ന നമ്മുടെ ഹരിയുടെ അടുത്തേക്ക് ബേബി ചേച്ചിയെ പറഞ്ഞു വിട്ടു. ചെല്ലു ബേബി ചേച്ചി, അയാൾ ഇനി വേറെ എന്തെങ്കിലും ഇവിടുന്ന് എടുത്തുകൊണ്ട് പോകുന്നുണ്ടോ എന്ന് അറിയില്ലെന്നും പറഞ്ഞുകൊണ്ട് ഋതികയും സ്വാതിയും കൂടെ. എന്നിട്ട് നേരെ ബേബി ചേച്ചി നമ്മുടെ ഹരിയുടെ അടുത്തേക്ക് പോയി. അപ്പോൾ ഹരിയുടെ അടുത്ത് ചെന്നപ്പോൾ ഹരി തൻ്റെ ബാഗൊക്കെ എടുക്കുമായിരുന്നു. അപ്പോൾ ഹരിയുമായിട്ട് ബേബി ചേച്ചി ഇങ്ങനെ നിന്ന് സംസാരിക്കുമ്പോൾ ബേബി ചേച്ചി ഞാൻ പോവുക. ബേബി ചേച്ചി അപ്പോൾ ബേബി ചേച്ചിക്ക് ഭയങ്കര സങ്കടമായിട്ടോ. കാരണം ഹരി അങ്ങനെ പോകുന്നത് ബേബി ചേച്ചിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ബേബി ചേച്ചി എന്നിട്ട് സങ്കടത്തോടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ബേബി ചേച്ചി എന്തിനാ സങ്കടപ്പെടുന്നത്? ബേബി ചേച്ചി സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഹരി എന്നായാലും ഇവിടെ നിന്ന് ഇറങ്ങേണ്ടവൻ തന്നെയാണെന്ന് ഹരിക്കറിയാം. ഞാനൊരു അനാഥനാണെന്നും എനിക്കറിയാം. പിന്നെ ഞാനിവിടെ ഉണ്ടായിരുന്ന സമയത്ത് അല്ലെങ്കിൽ ഇവിടെ താമസിച്ചിരുന്ന സമയത്ത് എനിക്ക് ആരൊക്കെയോ ഉണ്ട് എന്നുള്ളൊരു തോന്നൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതൊരിക്കലും ഞാൻ ആഗ്രഹിക്കാൻ പാടില്ലായിരുന്നു. അതുപോലെ എൻ്റെ അത്യാഗ്രഹത്തിന് എനിക്ക് കിട്ടിയ ശിക്ഷയാണിത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ബേബി ചേച്ചി ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഈ കുടുംബത്തിലുള്ള ഓരോരുത്തരും സേതുവേട്ടൻ ആരാണോ അതുപോലെ തന്നെയാണ് എനിക്കും. സേതുവേട്ടൻ്റെ പെങ്ങന്മാർ 3 പേരും എനിക്കും എൻ്റെ സ്വന്തം പെങ്ങന്മാരായിട്ട് തന്നെയാണ് ഞാൻ കണ്ടിട്ടുള്ളൂ എന്നൊക്കെ നമ്മുടെ ഹരി അന്നേരത്തേക്കും ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് ഹരി ഇങ്ങനെ ബേബി ചേച്ചിയോട് തൻ്റെ ഉള്ളിലെ സങ്കടങ്ങളൊക്കെ പറയും. അതൊക്കെ കേട്ട് ബേബി ചേച്ചിയുടെ ചങ്ക് തകർന്ന വിഷമമാട്ടോ. ബേബി ചേച്ചി ആണെങ്കിൽ ആകെ വിഷമത്തിലും സങ്കടത്തിലും ഒക്കെ ഇങ്ങനെ നിൽക്കുവാണ്. ബേബി ചേച്ചി എന്നിട്ട് ഹരിയെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ ഹരിക്ക് ഉള്ളിലെ ആ ഒരു സങ്കടം ഇങ്ങനെ തികട്ടി വന്നിട്ട് ഓരോന്ന് ഇങ്ങനെ എണ്ണിപ്പറക്കി പറഞ്ഞ് തൻ്റെ ബാഗും കാര്യങ്ങളൊക്കെ എടുക്കും. അപ്പോൾ ഈ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉണ്ടായിരുന്ന തൻ്റെ മനസ്സിൻ്റെ സന്തോഷം, ആ ഒറ്റപ്പെടലിൽ നിന്ന് തനിക്കുണ്ടായ ആ ഒരു വലിയ ആശ്വാസം, അതൊക്കെ ഇങ്ങനെ പറയുന്നു. അപ്പോൾ ജനിച്ച ഉടനെ തന്നെ ആരും ഇല്ലാതായവനല്ലേ ഞാൻ, അതുകൊണ്ട് തന്നെ എനിക്കിതിലൊന്നും ഒരു പുത്തരിയും തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹരി ഇങ്ങനെ ബേബി ചേച്ചി ഇന്ന് പോട്ടെ, ഇനി ഒരു പക്ഷെ നമ്മൾ തമ്മിൽ കണ്ടില്ലെന്ന് വരുമെന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോരോ. ബേബി ചേച്ചി ആണെങ്കിൽ ചങ്ക് പൊട്ടി കരയുവാണ് ആ മുറിയിൽ നിന്ന്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഹരി ഇറങ്ങി വരുന്നത് നോക്കി ഇവർ താഴെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. സ്വാതിയും ഋതികയാണെന്നുണ്ടെങ്കിൽ ചിരിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഗോഷ്ടിയൊക്കെ കാണിച്ച് വർത്താനമൊക്കെ പറഞ്ഞിരിക്കുന്നത്. പൂർണിമയും അതുപോലെ തന്നെ അച്ചുവും പല്ലവിയും ആകെ വിഷമത്തിൽ. അപ്പോൾ ഭാഗ്യമായിട്ട് നമ്മുടെ ഹരി ഇറങ്ങി വന്നിട്ട് ഇങ്ങനെ പോകാനായിട്ട് തുടങ്ങുന്നു. അപ്പോൾ എല്ലാവരോടും ഞാൻ യാത്ര പറയുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് ഹരി എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുന്നു. അപ്പോഴും പൂർണിമയുടെ മുഖത്തും അതുപോലെ അച്ചുവിൻ്റെ മുഖത്തും ഇങ്ങനെ ഒരു സങ്കടം ഉണ്ട് കേട്ടോ. ആ രണ്ടുപേരും ഇങ്ങനെ വിഷമിച്ച് തന്നെയാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ പല്ലവിക്കും അതെ ഭയങ്കര സങ്കടമായിപ്പോയി. കാരണം ഹരിയെ അവിടെ നിന്ന് ഇറക്കി വിട്ടത് പല്ലവിയാണല്ലോ. പക്ഷേ സാഹചര്യം അത് പല്ലവിക്ക് അതല്ലാതെ മറ്റൊരു വഴി മുന്നിലുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മുടെ പല്ലവി ആ ഒരു തീരുമാനം എടുത്തതിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു വലിയ ദുഃഖത്തിൽ തന്നെ ഇങ്ങനെ നിൽക്കുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഹരി എല്ലാവരോടുമായിട്ട് ഞാൻ പോവുകയാണ്. ഇത്രയും ദിവസം ഞാനിവിടെ താമസിച്ചപ്പോൾ എല്ലാവരും എനിക്കുണ്ട് എന്നുള്ളൊരു ആ ഒരു സന്തോഷം എനിക്കുണ്ടായിരുന്നു. പിന്നെ അർഹിക്കാത്തത് ആഗ്രഹിക്കാൻ പാടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു ഹരി. അത് കഴിഞ്ഞിട്ട് പോകാൻ ഇറങ്ങിയിട്ട് നേരെ പൂർണിമയുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പൂർണിമാമ എന്നോട് ക്ഷമിക്കണം, ഈ ഇതുപോലുള്ള തിരിച്ചടികൾ അതുപോലെ ഇങ്ങനെ ഇറക്കി വിടലുകളും
ജനിച്ച ഉടനെ അനാഥനായവനാണ് ഞാൻ. ഇതുപോലുള്ള ഇറക്കിവിടലുകളും അതുപോലെ തന്നെ തെറ്റിദ്ധാരണകളൊന്നും ഹരിക്കൊരു പുത്തരിയൊന്നുമല്ല. ഇനി എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒന്നും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പൂർണിമാമ എന്നോട് ക്ഷമിക്കണം. ഒരിക്കലും ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഹരി എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങും. എന്നിട്ട് പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഹരി അച്ചുവിനോട് പറഞ്ഞു, കല്യാണത്തിന് എന്നെ വിളിക്കണം കേട്ടോ, ഞാൻ വരും. നല്ല കുട്ടിയാണ് അച്ചുവിന് നല്ലൊരു ജീവിതം തന്നെ കിട്ടും, അതിനൊരു സംശയമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹരി ഇങ്ങനെ അച്ചുവിനോടും പറഞ്ഞു. അപ്പോൾ അച്ചുവാണ് ആ ഫോൺ കൊണ്ടുപോയി ഈ പറയുന്ന സ്വാതിയുടെ റൂമിൽ കുത്തിയിട്ടത്. കഷ്ടകാലം എന്ന് പറയാമല്ലോ, പാവത്തിൻ്റെ ആ ഒരു നേരത്തെ ഒരു ഇതിന് അങ്ങ് പറ്റിപ്പോയതാണ്. അച്ചു ആണെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ നമ്മുടെ ഹരി നിൽക്കുന്നത് കണ്ട് ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുക. അങ്ങനെ സങ്കടപ്പെട്ട് നമ്മുടെ അച്ചു ഇങ്ങനെ നിൽക്കുന്നു. ഈ സമയത്ത് എല്ലാവരോടും വീണ്ടും യാത്ര പറഞ്ഞ് നമ്മുടെ ഹരി എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി പോവാം. അപ്പോൾ ഹരി ഇങ്ങനെ അവിടെ നിന്ന് തിരിഞ്ഞു നോക്കി ഇറങ്ങി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഋതികയും സ്വാതിയും വമ്പൻ ഹാപ്പി, ലോട്ടറി അടിച്ച സന്തോഷത്തിൽ അവിടെ ഇരിക്കുന്നത്. രണ്ടെണ്ണങ്ങളും കൂടി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നോക്കുന്നു. എന്തായാലും ഒരു ശല്യം തീർന്നു കിട്ടിയെന്നും പറഞ്ഞുകൊണ്ട് എന്നിട്ട് ഋതിക ഇന്നേരം അവിടെ ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് ഇവളുമാർ രണ്ടുപേരും കൂടി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പൂർണിമയോട് വീണ്ടും സോറി അതും ഇതൊക്കെ പറഞ്ഞുകൊണ്ട് പല്ലവി ഇങ്ങനെ ചെല്ലുന്നു. പൂർണിമ ഒരു അക്ഷരം പോലും മിണ്ടിയില്ല. അതിനുശേഷം ആ ബാഗും തൂക്കിക്കൊണ്ട് നമ്മുടെ ഹരി ഇങ്ങനെ ആ റോഡിലൂടെ ഇങ്ങനെ നടന്നു പോരുക. അങ്ങനെ നടന്നു പോരുന്ന സമയത്ത് ഹരിയുടെ മനസ്സും ശരീരമൊക്കെ മരവിച്ചൊരവസ്ഥയിലായിരുന്നു കേട്ടോ. അങ്ങനെ സങ്കടപ്പെട്ട് നടന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെ ആലോചിച്ച് ഉള്ളു നീറുന്ന വേദനയോടെ കണ്ണുനീര് തുടച്ചാണ് നമ്മുടെ ഹരി ഇങ്ങനെ ഇറങ്ങിപ്പോരുന്നത്. അപ്പോൾ ഹരി ഇങ്ങനെ ഇറങ്ങിപ്പോരുന്നു. ഹരി ഇങ്ങനെ നടന്ന് ഇങ്ങനെ പോരുന്നു. ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ സേതു പൊന്നുമടത്തിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ നമ്മുടെ സേതു അവിടെ എത്തി. സേതു പൊന്നുമടത്തിലെത്തി. സേതു വന്നിട്ട് ഇങ്ങനെ ഹരി എന്നും പറഞ്ഞുകൊണ്ട് അതിൽ നടക്കുക. എടാ ഹരി, നീ ഇത് എവിടെയാടാന്നും ചോദിച്ച്. അങ്ങനെ ഇരിക്കുമ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടി. കാരണം ഹരിയെ അന്വേഷിച്ച് നമ്മുടെ സേതു വന്നു കഴിഞ്ഞു. ഇതാ വരുവാണെന്ന് പറഞ്ഞ് ഇതിനൊക്കെ തൊട്ട് മുമ്പ് ഫോൺ വിളിച്ച് വെച്ചതല്ലേ ഉള്ളൂ. അങ്ങനെ ഹരിയെ അന്വേഷിച്ച് നമ്മുടെ സേതു അവിടെ വന്ന് അവിടെ എല്ലാം വിളിക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ ബേബി ചേച്ചി അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ പല്ലവി സേതു വന്ന് ഹരിയെ വിളിക്കുന്നത് കേട്ട ഒന്ന് ഇതായിട്ട് നിൽക്കുവാണേ. ആ സമയത്ത് ബേബി ചേച്ചി അങ്ങോട്ടേക്ക് വന്നിട്ട് ഹരി പോയെന്ന് പറഞ്ഞു. ഹരി പോവേ? അവൻ എങ്ങോട്ടാ ബേബി ചേച്ചി പോയത്? ഞാൻ വരുമെന്ന് അവനോട് പറഞ്ഞാണല്ലോ, പിന്നെ എന്തിനാ അവൻ ഞാൻ വരുന്നതിന് മുന്നേ പോയത് എന്നിങ്ങനെ ചോദിക്കുമ്പം അങ്ങനെയല്ല പോയതെന്നും പറഞ്ഞുകൊണ്ട് ബേബി ചേച്ചി നടന്ന കാര്യങ്ങളെല്ലാം പറയാം. ഈ സമയത്ത് സ്വാതി ഋതികയും കൂടെ റൂമിൽ പോയിരുന്ന് ഇന്ന് കാണിച്ച ഈ പൊറാട്ട് നാടകത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് സന്തോഷത്തോടെ ഇരിക്കുവാണ്. തുള്ളിച്ചാടുവാണ്. ഒരാൾ ഒഴിവാക്കിയതിന് അടുത്തവനും കൂടെ പോയാൽ മതി, ഇത് ആ ഒരു മൈൻഡിൽ. അങ്ങനെ ആ ഒരു ഇതിൽ അവളുമാരിയ്ക്കുന്ന ഈ സമയത്താണ് ബേബി ചേച്ചി നമ്മുടെ സേതുവിനോട് കാര്യങ്ങളെല്ലാം പറയുന്നത്. സേതുവിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും സേതു ഞെട്ടിപ്പോയി കേട്ടോ. അപ്പോൾ പല്ലവി വേഗത്തിൽ സേതുവിൻ്റെ അടുത്തേക്ക് വന്നു. സേതു ഏട്ടാ അതെന്ന് പറഞ്ഞപ്പോൾ വേണ്ട, ഒന്നും പറയണ്ട, അവനെ ഇവിടുന്ന് ഇറക്കി വിടാൻ നിങ്ങൾക്കാരാ അവകാശം തന്നത്, നിങ്ങൾക്കാരാ അധികാരം തന്നത് എന്ന് ആദ്യമായിട്ട് പല്ലവിയോട് എതിർത്ത് നമ്മുടെ സേതു സംസാരിക്കുക. അങ്ങനെ പൊന്നുമടത്തിൽ നിന്ന് നമ്മുടെ ഹരിയെ ഇറക്കി വിട്ടതിൻ്റെ വേദനയോടെ പരിസരം പോലും മറന്ന് ആളെപ്പോലും മറന്ന് നമ്മുടെ സേതു അവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുന്നു. അവൻ ആരാണെന്ന് നിങ്ങൾക്കറിയാവോ? അവൻ എനിക്ക് എല്ലാമാണ്, അവനാണ് എനിക്കെല്ലാം, അവനാണ് എൻ്റെ എല്ലാം എന്നും പറഞ്ഞുകൊണ്ട് സേതു. അങ്ങനെ സേതു വന്നിട്ട് അവനില്ലാത്ത ഈ വീട്ടിൽ ഒരു നിമിഷം പോലും ഞാൻ നിൽക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് സേതു ഇങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ സംസാരിക്കുന്നു. ഇത് കേട്ടപ്പോൾ പല്ലവി ഞെട്ടിപ്പോയി. അങ്ങനെ ഹരി ഒരിക്കലും ആ തെറ്റ് ചെയ്യില്ല എന്നുള്ള കാര്യം നമ്മുടെ സേതു തറപ്പിച്ചു പറയുക. അങ്ങനെ സേതുവിൻ്റെ ആവശ്യമാണ് ഇനി ഹരി തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് അവളുമാരെ കൊണ്ട് തന്നെ, അതായത് ഈ സ്വാതിയെ കൊണ്ട് തന്നെ പറയിപ്പിക്കുക എന്നുള്ളത്. അത് നമ്മുടെ സേതു ചെയ്യും, 100% ഉറപ്പുള്ള കാര്യമാണ്. അങ്ങനെ നമ്മുടെ ഹരിയെ ഇറക്കി വിട്ട പൊന്നുമടത്തിനെ പൊളിച്ചടുക്കിക്കൊണ്ട്, അതായത് അവരെല്ലാവരെയും ഈ സമയത്ത് പൂർണിമ അങ്ങോട്ടേക്ക് വന്നു. പൂർണിമയോട് പറഞ്ഞു, പൂർണിമാമേ ഈ ചെയ്തത് കുറച്ച് കടുത്ത കൈയായി പോയി, അപ്പോൾ ഇവരാരും അല്ല ഞാനാണ് അത് ചെയ്തതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പല്ലവിയുടെ നേരെ ചാടിക്കടിക്കാൻ പാകത്തിന് ചെന്നു. പല്ലവിയോട് ആരാണ് സത്യം അറിയാതെ എന്നൊക്കെ ചെയ്യാനൊക്കെ പറഞ്ഞതെന്ന് പറയുമ്പോഴത്തേക്കും ഋതിക തല്ലിയ കാര്യങ്ങളും ഇതെല്ലാം നമ്മുടെ പല്ലവിയും അതുപോലെ ഇവരെല്ലാവരും കൂടെ നിന്ന് ഇങ്ങനെ പറയുക. ഒരിക്കലും ഹരി അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല, അത് എനിക്കറിയാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ സേതു ഹരിയെ ഇറക്കി വിട്ടതിൻ്റെ പകരം എന്നുള്ള രീതിയിൽ സത്യം തെളിയിക്കാൻ തന്നെ തീരുമാനിച്ചു. പക്ഷേ ഹരിയാണെങ്കിൽ ആ ഭാഗം എടുത്ത് എങ്ങോട്ടെന്നറിയാതെ ഇങ്ങനെ ഇറങ്ങി നടക്കും കേട്ടോ, കരഞ്ഞുകൊണ്ട്. ആരും ഇല്ലാത്ത ഒരു അനാഥന് മറ്റുള്ളവർ കൊടുക്കുന്നത് പുല്ലുവിലയാണെന്ന് അറിഞ്ഞിട്ടുള്ള ആ ഒരു ഇതിൽ അങ്ങനെ അതും കാണിച്ച് നമ്മുടെ ഹരി ഇങ്ങനെ പോകുന്നു. ഈ സമയത്ത് ഹരിയെ ആ ഒരു ഇതിലേക്ക് തള്ളിവിട്ട് നമ്മുടെ സ്വാതിയോടും നമ്മുടെ സേതു കൊടുക്കാൻ പോകുന്നത് നല്ല ഒന്നാന്തരം തിരിച്ചടി തന്നെയായിരിക്കും. ഇത്രയും കാര്യങ്ങളൊക്കെ നടന്നിട്ടും പൂർണിമ ഒരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ല, ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക. ഇതിൽ തെറ്റേതാ ശരിയേതാ ഇതൊന്നും പൂർണിമയ്ക്ക് അറിയില്ല. പറഞ്ഞ കാര്യങ്ങൾ വെച്ച് പൂർണിമ സൈലൻ്റ് ആയിട്ട് ഇങ്ങനെ മാറി നിൽക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ വരാനിരിക്കുന്നത്. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയാതെ എല്ലാവരും കാത്തിരുന്ന് കാണണേ.
എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സ്വീകരിച്ച് കെയർ. ബൈ ബൈ.